ഇപ്പോൾ ആലുവയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഇങ്ങനെയാണ് ചുറ്റമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ തന്നെ വെള്ളം കയറി കിടക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ആൻമരിയ സണ്ണി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ആൻമരിയ, ഈ ഇത്രയും ലെവലിലേക്ക് വെള്ളം കയറിയത് എപ്പോഴാണ്? എസ് ഇന്നലെ രാത്രി മുതൽ ജില്ലയിൽ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ്. ആ കാറ്റിലും മഴയിലും പല ഭാഗത്തും ഈ രീതിയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോട് കൂടിയാണ് ആലുവ ശിവക്ഷേത്രത്തിലേക്ക് ഈ രീതിയിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഒരു രീതിയിലേക്ക് വെള്ളം ഉയർന്നത്. പെരിയാറിൽ നിന്ന് 2 അടിയോളം മുകളിലേക്കാണ് വെള്ളം ഉയർന്നിരിക്കുന്നത്. പല ഭാഗങ്ങളിലും ഈ രീതിയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും ഇന്നലെ രാത്രി മുതലുണ്ട്. പുലർച്ചയോടുകൂടി ആ മഴ അല്പം കൂടി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും പല ഭാഗങ്ങളിലും തീരദേശങ്ങളിലും മലയോര മേഖലകളിലും എല്ലാം അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഈ ആലുവ ശിവക്ഷേത്രം പോലെ തന്നെ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ റോഡിന്റെ പല ഭാഗത്തിലായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ കാലടി കാഞ്ഞൂരിൽ റോഡിലേക്ക് മരം കടപുഴകി വീണിട്ടുണ്ട്. പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ രാവിലെ മുതൽ തന്നെ ജില്ലയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് തീരപ്രദേശത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കടലാക്രമണം രൂക്ഷമാക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനായി പോകുന്നവരോടെല്ലാം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ എറണാകുളം ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പസമയം മുമ്പ് വരെ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു നഗരത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് മഴയ്ക്ക് നേരിയൊരു ശമനം വന്നിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവന്നിരുന്നത് ആദ്യം മഴ ഒന്ന് ശമിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഇരട്ടിയായിട്ടാണ് മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മഴ കുറഞ്ഞു എന്ന രീതിയിലേക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇങ്ങനെ ആലുവ ശിവക്ഷേത്രം പോലെ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ വെള്ളക്കെട്ടുകളൊക്കെ രൂപപ്പെട്ടുകൊണ്ട് മഴ ഇങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻമരിയ സണ്ണി, ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി, ചുറ്റമ്പലത്തിലൊക്കെ വെള്ളമായി കഴിഞ്ഞു. പെരിയാറിലെ ജലനിരപ്പ് 2 അടിയോളം ഉയർന്നതാണ് ഈ ശിവക്ഷേത്രത്തിലേക്ക് വെള്ളം കയറാൻ കാരണമായത്. സംസ്ഥാനത്തുടനീളം മഴ പെയ്യുകയാണ്. നമ്മുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരും. ചില സ്ഥലങ്ങളിലൊക്കെ അതിതീവ്ര മഴ തുടരുകയാണ്. 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഓറഞ്ച് അലർട്ടും അവിടെ പ്രഖ്യാപിച്ചു. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് തുടരും. മലങ്കര ഡാമിൻ്റെ 3 ഷട്ടറുകൾ അല്പസമയത്തിനകം ഉയർത്തുമെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മൂവാറ്റുപുഴ, തൊടുപുഴ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം വന്നു. കനത്ത മഴയിലാണ് ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറിയത്.